ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. Hello, good evening, Assalamu alaikum. Welcome back to Radio Rang Express. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം RJ ഫരി. വണക്കം, വന്ദനം, സുസ്വാഗതം. ഞാൻ RJ വിക്കി. എന്തൊക്കെയുണ്ട് വിക്കി വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കണു. കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് കേരള പിറവിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം സ്പെഷ്യൽ ഷോ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് മെസ്സേജ് രൂപത്തിൽ അത് കൺവേ ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾ ആക്ച്വലി ആ ഒരു പ്രോഗ്രാം അന്ന് ഉണ്ടാവില്ല എന്നുള്ള മെസ്സേജ് നമ്മൾ നേരത്തെ തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാതെ അന്നത്തെ നമ്മുടെ ലിങ്കിൽ കയറി റേഡിയോ രംഗിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ എന്താ പറയുക ലിസണേഴ്സിനും ഞങ്ങളുടെ ഹാർദവമായ നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്ന് എങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി നമ്മളുടെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാം, നമ്മുടെ റേഡിയോ റാങ്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിന്തിപ്പിക്കാനും കുറെ ചിരിപ്പിക്കാനും പിന്നെ ടോം ആൻഡ് ജെറി വഴക്കുകളും ഇടിയും കുസൃതി ചോദ്യങ്ങളും എല്ലാമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ റേഡിയോ റാങ്ക് എക്സ്പ്രസ്. ഇന്ന് കുറച്ചും കൂടെ ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് കുസൃതി ചോദ്യമുണ്ട്, അതല്ലാതെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ വിക്കിക്കിട്ട് ഒരു പണിയുണ്ട്. വിക്കിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ പണി വേണമെങ്കിൽ ഏറ്റെടുക്കാം. നമുക്ക് വാട്സാപ്പ് മെസ്സേജസിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന പണിക്ക് നിങ്ങളുടെ ആൻസേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൈയോ ഒക്കെ എനിക്കോ വിക്കിക്കോ അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ റാങ്കിന്റെ വാട്സാപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അതൊരു സർപ്രൈസ് ആണ്. അത് ഞാൻ വരുമ്പോൾ സർപ്രൈസ് ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ആഴ്ചത്തെ മിസ്സിംഗ് വിക്കിക്ക് പണിയായിട്ട് വന്നിരിക്കുകയാണ്. 2 ആഴ്ചത്തെ വിക്കിക്ക് കൊടുക്കാനുള്ള അതെ 2 ആഴ്ചത്തെ വിക്കിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിരിക്കും ഞാൻ. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ സാധാരണ ഒരു കുസൃതി ചോദ്യമാണ് കൊണ്ടുവരാറുള്ളത്. ഇന്ന് ആ കുസൃതി ചോദ്യത്തിന് പകരം ആൾക്കാരെ ചിന്തിപ്പിക്കാവുന്ന രീതിയിൽ ഇന്ന് കുറച്ചൊന്ന് എന്താണ് ഭൂലോകത്തിന്റെ സ്പന്ദനം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഭൂലോകത്തിന്റെ സ്പന്ദനം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് കണക്കാണ്. ദാറ്റ് ഈസ് മാത്സ്. കണക്കാണ്. അതിന്റെ ഒരു റിഡിലാണ്. അതായത് കണക്കായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടില്ല, ഫരിക്കുട്ടിയമായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടില്ല, അല്ലാത്തവർക്ക് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, എനിക്ക് വയ്യാനെ ഫരിക്കുട്ടിനെ വിളിക്കുന്നത് എന്തോ ഒരാഴ്ച മിസ് ചെയ്തുകൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ മിസ് ചെയ്തു, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അതല്ല കാര്യം. വിക്കിട്ട് പണി എന്ന് പറഞ്ഞപ്പോ പണിയൊന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. പണിയുടെ ആ ഒരു എന്താ പറയാ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുസൃതി ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ചിലപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുസൃതി ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ റംഗ് എക്സ്പ്രസ് നമ്മൾ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് ഏതൊക്കെ വഴിയിൽ ആരെയൊക്കെ നമ്മൾ കയറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയൊരു ബ്രീഫ് കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ ആദ്യം കുസൃതി ചോദ്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്തോ. ഞാൻ കുസൃതി ചോദ്യം പറയാൻ പോകുന്നു. ശരിക്കും അതൊരു റിഡലാണ്. കണക്കായതുകൊണ്ട് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. 1 = 5, 2 = 25 and 3 = 325. Okay, 1 = 5, 2 = 25, 3 = 325. അപ്പോ what is 8? 8 എന്താണ്? 8 = what? അതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് കണക്കിൽ പുലിയായിട്ടുള്ള ആൾക്കാർ ഇതാന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഇപ്പൊ തന്നെ ചിലപ്പോൾ ആൻസർ ആയിട്ട് ഇവിടെ ഇരുന്ന് ഭയങ്കര എഴുത്താണേ.
ഇല്ല, ഇത് എഴുതേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ മൈൻഡിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ആ എയ്റ്റിനുള്ള ഉത്തരം എന്റെ മനസ്സിൽ എത്തിക്കഴിഞ്ഞു. ആ സ്പന്ദനം മൊത്തം വിൽക്കുക. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും ചോദ്യം കിട്ടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തോളാം. ചോദ്യം എങ്ങനെയാണ്? 1 = 5 ആണെങ്കിൽ, 2 = 25 ആണെങ്കിൽ, 3 = 325 ആണെങ്കിൽ, വാട്ട് ഈസ് 8 എന്നാണ് ചോദ്യം. ആണെങ്കിൽ അല്ലേ? അതെ. ഓക്കെ. അതേപോലെ ഇന്നത്തെ നമ്മുടെ പരിപാടി എങ്ങനെയാ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിർത്തി കുറച്ച് ആൾക്കാരെ നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കേറ്റും. അതെ. നമ്മൾ ലിസൺ ചെയ്യുന്ന കുറെ പേര് പാരന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഒരുപാട് പേര്. അപ്പൊ ഇന്ന് കുറെ ഒക്കെ നമ്മുടെ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. അപ്പൊ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ന് കുട്ടികളെ എങ്ങനെ അടിക്കാം, തല്ലാം, ഉപദ്രവിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വിക്കി ഒരു പാരന്റ് ആവുമ്പോ വിക്കി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം തന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് ആസ് ടീച്ചേഴ്സ് ഡേ ആണ്. പാരന്റ്സ് ആസ് ടീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ടീച്ചേഴ്സ് ഡേ ഒക്കെ ഉണ്ടാവാറുണ്ട്, പാരന്റ്സ് ഡേ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് പാരന്റ്സ് ആസ് ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ പാരന്റ്സിന് നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ അനുഭവമല്ല നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രെയിനാണ്, പക്ഷെ ആ ട്രെയിനകത്ത് കുറെ വിൻഡോസ് കാണുന്നുണ്ട്. ആ വിൻഡോസിൽ കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിനിൽ പിടിക്കാൻ പറ്റും. അതെ. അതേപോലെ നമ്മൾ ലാസ്റ്റ് വീക്ക്, കാരണം നമ്മൾ കേരളപ്പിറവിയൊക്കെ ആയിരുന്നു, നമ്മൾ നമ്മളുടെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് മിസ് ചെയ്തു. അപ്പൊ കുറച്ച് നമുക്ക് അധികമൊന്നും ഇല്ല, അവർ 2-3 നമുക്കറിയാത്ത അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് അബൌട്ട് കേരള. അറിയാത്ത സംഗതികളാണ് പറയാൻ. അതെ, എനിക്കറിയാത്ത ഞാൻ കുറെ റിസർച്ച് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് വളരെ കഷ്ടപ്പെട്ട് 2 ആഴ്ചയായിട്ട് കഷ്ടപ്പെട്ട് പറയാൻ പോണെന്ന് പറഞ്ഞു. കേരളത്തിനെ കുറിച്ച്. എന്താണ് കേരളം? കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്, നമ്മുടെ സ്വന്തം ഗോഡ്സ്. ഇത് എല്ലാവർക്കും അറിയാത്ത സംഗതികളാണെന്നൊക്കെ പറയാൻ പോയിട്ട് അവസാനം കേരളം എന്ന് പറഞ്ഞ പേര് വന്നത് കേരം. കേരളത്തിന് പേര് വന്നത് എങ്ങനെയാ? കേരാന്ന് വെച്ചാൽ തെങ്ങ് നിരനിരയായി നിൽക്കുന്നതുകൊണ്ടാണ് കേരകളുടെ നാടായ കേരളത്തിനെ കേരളത്തിന്റെ നാട് എന്നുള്ള നിലയ്ക്ക് കേരളം ആക്കി. കേരളം എന്ന വേർഡിന്റെ ആക്ച്വൽ മീനിങ് എന്താണ് പറയൂ? ലാൻഡ് ഓഫ് കോക്കനട്ട്സ്. ഞാൻ പറഞ്ഞത് മലയാളത്തിലായിരുന്നു. അതെ, ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലാണെന്ന് മാത്രം. അത്രേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ കുറച്ച് നമ്മുടെ ട്രെയിനിൽ കയറ്റുന്നത് കുറച്ച് പാരന്റ്സ് ആണ്, കുറച്ചല്ല കൂടുതൽ പാരന്റ്സ് ആസ് ടീച്ചേഴ്സ്. അതെ, പാരന്റ്സ് ആയിട്ട് മാത്രം ഉള്ള ആൾക്കാർ ഇതിനകത്ത് കയറുന്നത് ദയവായിട്ട്. അവർക്ക് ടിക്കറ്റ് ഇല്ല. പാരന്റ്സ് ആസ് ടീച്ചേഴ്സ്, എല്ലാ പാരന്റ്സും ടീച്ചേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ അവരെയും കൂടെ കേറ്റും. എല്ലാവരെയും കേട്ടണം. അല്ല, എല്ലാ പാരന്റ്സും ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ. അല്ല, പാരന്റ്സ് അല്ലാത്തവര് വീണ്ടും ഇൻ ഫ്യൂച്ചർ പാരന്റ്സ് ആകുമല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ എനിക്കൊരു അവസരമുണ്ട്. തീർച്ചയായിട്ടും ഞാനും കയറാം. നമ്മൾ അവരെയും കൂടെ മിസ് ചെയ്യരുത്, നമ്മൾ അവരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ കുറച്ച് പാരന്റ്സിനെ നമ്മൾ കേറ്റും. അതിന് പുറമെ ചിലപ്പോൾ ടീച്ചേഴ്സിനെ നമ്മൾ കേറ്റേണ്ടി വരും. ടീച്ചേഴ്സും പാരന്റ്സ് ആണല്ലോ. ഓ, ശരിയാണല്ലേ, അത്രയും ഞാൻ ഓർത്തില്ല കേട്ടോ. പിന്നെ അതിന് പുറമെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ കേരളത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പുതിയ കണ്ടുപിടുത്തം, അതായത് ഫരി കണ്ടുപിടിച്ച 2 ആഴ്ചയായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കുറെ സംഗതികൾ. അതെ, 2 ആഴ്ചയായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഒക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ. അതിന് പുറമെ പിന്നെ വിക്കി കുറെ റിസർച്ച് ചെയ്ത് കുറെ എന്തൊക്കെയോ നവംബർ 8 എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും 8 എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു സുഖം ഉണ്ടല്ലോ. അത് 8ന്റെ പണി കിട്ടാൻ 8ന്റെ പണി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഹിസ്റ്ററിയിൽ 8ന്റെ പണി കിട്ടിയ കുറെ ആൾക്കാരുടെ ഡീറ്റെയിൽസും കൂടെ ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് അതേപോലെ കുറച്ച് പേരുടെ ബർത്ത്ഡേസ് ഉണ്ട്. ആസ് നോർമൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ബർത്ത്ഡേസ് പ്ലേ ചെയ്യാറ്. ഇന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാം. എക്സാക്ട്ലി, അതായത് 8ന്റെ പണി കിട്ടിയത് മറ്റുള്ള അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ പാരന്റ്സിനും 8ന്റെ പണി കിട്ടിയ ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് വൈകിട്ട് കൊടുക്കുള്ളൂ. അപ്പോ നമ്മളുടെ ലിസണേഴ്സിന് ആർക്കെങ്കിലും ബർത്ത്ഡേ വിഷസോ ആനിവേഴ്സറി വിഷസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വിഷസോ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. നമ്മുടെ ഫേസ്ബുക്ക് വഴി വാട്സാപ്പിൽ കമന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ റേഡിയോ റെങ്കിന്റെ ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആപ്പിൽ നിന്ന് ഡയറക്ട്ലി ഫേസ്ബുക്കിലേക്കും വാട്സാപ്പിലേക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ റെങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് തരാനും, അതായത് പോസ്റ്റ് ഷോ ഫീഡ്ബാക്സ് ഒക്കെ തരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതെ, അപ്പം എല്ലാവരും ഓടിപ്പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് റേഡിയോ റെങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുവഴി തന്നെ നമുക്ക് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇമെയിൽ വഴിയും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയും നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അതിനകത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചധികം മെസ്സേജസ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് തന്നെ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്രത.
നമ്രതക്കുട്ടി കഴിഞ്ഞ ആഴ്ച എന്ന് പറയാൻ പാടില്ലല്ലോ, അതിന്റെ മുമ്പത്തെ ഇതിൽ നമ്മൾ മനസ്സിലാക്കി അതൊരു കുട്ടിയാണെന്ന്. നമ്രതക്കുട്ടി ഹായ് പറഞ്ഞെത്തിയിട്ടുണ്ട്. ഹായ്, അതെ അതെ. സുനേഷ് സാസ്കോ പറഞ്ഞത്, അതെ അതെ അതെ. സുനേഷ് സാസ്കോ വന്നിട്ടുണ്ട്. ഹായ് ഹായ് സുനേഷ്. ഉമ്മർ പൂവത്തും കടവിൽ എത്തിയിട്ടുണ്ട്. ഹലോ പറഞ്ഞിട്ട്. നൌഷാദ് കളരിക്കണ്ടി ഹായ് പറഞ്ഞു. ഹായ്. അഷ്കർ ബിൻ സൽമാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ അല്ല, ആള് നമ്മളുടെ എല്ലാ ഷോസും വന്ന് കാണാറുള്ള ഒരാളാണ്. അനിൽ മാരാർ എത്തിയിട്ടുണ്ട്. ഹായ് ഹായ്. ഹർഷ ആൻ ഹലോ ഹലോ. പിന്നെ റസിയ നൌഷാദ് വടക്കേറ്റിൽ എത്തിയിട്ടുണ്ട്. ഹായ് ഹായ് റസിയ. നൌഷാദ് കളരിക്കണ്ടി ഹായ് ഫരീ പറഞ്ഞെത്തിയിട്ടുണ്ട്. ഹലോ, ദേ എന്റെ ഫാൻസ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആക്ച്വലി നമ്മുടെ വിക്കി ഒരു ഇത്തിരി ഡെസ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഞാൻ എന്റെ ഫാൻസിനോടൊക്കെ പറയാണ്, പ്ലീസ് നമ്മുടെ വിക്കിക്ക് ഒരു ഹായ് പറഞ്ഞിട്ട് എല്ലാരും അതെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. അറിയാൻ പറ്റും എത്ര ഫാൻസ് ആണ് ഇപ്പം വിക്കിക്ക് സപ്പോർട്ട് ചെയ്യാൻ പോണെന്ന് കേട്ടോ. ഓക്കെ. നിഹാസ് ബഷീർ എത്തിയിട്ടുണ്ട്. ഹായ് ഫരി. ഹായ് നിഹാസ്. റെഡ് ബുൾസ്. കാരണം ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, എന്റെ വോയിസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഒന്നുമല്ല, ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണമായതുകൊണ്ട് വിചാരിക്കുന്നത്. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ത്രോ ഉള്ള വോയിസിൽ ഞാൻ വരുന്നതായിരിക്കും. റെഡ് ബുൾസ് എത്തിയിട്ടുണ്ട്. ആരെ ഈ റെഡ് ബുൾസ്? ഹായ് ഫരി എന്ന് പറഞ്ഞിട്ട്. ഹായ്. റെഡ് ബുൾസ് ആരാണ്? നിങ്ങളുടെ പേരൊന്ന് പറയാമോ? ബുൾബുൾസ് അല്ല, റെഡ് ബുൾസ്. ഷറഫ് നായകൻ ഹായ്. ഹായ് ഫരി. ഹായ് ഷറഫ്. ഷാജി അഹമ്മദ് മാഹി എത്തിയിട്ടുണ്ട്. ഹായ് ഹായ് ഷാജി. നിത പ്രശാന്ത് നിത പ്രശാന്ത് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ കുറെ നമ്പർ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതായത് കുറച്ചു മുമ്പ് എന്താ ചോദ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടു. ചോദ്യം അതിന്റെ ഉത്തരം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇവിടെ നൌഷാദ് പൈനാട്ട് പടിക്കൽ സാധനമാണത്. നൌഷാദ് പൈനാട്ട് പടിക്കൽ. കൃഷ്ണ സുധ ഹായ്. അതെന്താ മനഃപൂർവ്വം എന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും വാച്ച് ചെയ്യണവരൊന്നും പറയാത്തത്? എല്ലാവരും ഇപ്പൊ നമ്മുടെ ട്രെയിനിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ട് കേട്ടോ. റസിയ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി വിപിൻ ആൻസർ പറഞ്ഞു വന്നിട്ടുണ്ട്. അനീഷ് ഭാസ്കരൻ നായർ എല്ലാവർക്കും 8ന്റെ പണി കൊടുത്തല്ലോ. അതെ, ഇന്ന് 8 ആയതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തതാണ് ഇന്ന് എന്തായാലും ഒരു 8ന്റെ പണി. നമ്മുടെ ചോദ്യം തന്നെ കണ്ടായിരുന്നു. നമ്മുടെ ചോദ്യം. റെഡ് ബുൾസ് വന്നിട്ടുണ്ട് ആൻസർ പറഞ്ഞിട്ട്. റെഡ് ബുൾസ് പ്ലീസ് നിങ്ങളുടെ പേരിടൂ സോ ദാറ്റ് വി ക്യാൻ. കുറച്ച് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർ കമന്റ് ചെയ്തിട്ടില്ലെങ്കിലും ഗണേഷ് ഒരുപാട് പേരുണ്ട്. യെസ് യെസ്. ഫരീദ എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. ഷറഫ് ആരെന്ത് എന്ത് എന്ത് റെഡ് ബുൾ 380 പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അഭിലാഷ് രാമ എത്തിയിട്ടുണ്ട്. ഹായ് ഹായ് അഭിലാഷ്. അഷ്കർ എന്തൊക്കെയോ ആൻസർ പറഞ്ഞു വന്നിട്ടുണ്ട്. ചന്ദ്രിക കരുണാകരൻ ഹലോ ഡിയേഴ്സ്. ഹായ് ചേച്ചി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആന്റീനാണ് വിളിച്ചിരുന്നത്. അപ്പൊ എന്നെ വിളിച്ച് കറക്റ്റ് ചെയ്തു. എനിക്ക് 42 ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി ചേച്ചിന് മാത്രമേ വിളിക്കാവുള്ളൂ. എന്നെ പേഴ്സണൽ ആയിട്ട് അവർ വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ പെണ്ണുങ്ങളുടെ വയസ്സൊന്നും അത് കുഴപ്പമില്ല. അപ്പൊ ചേച്ചിനെ വിളിക്കുമ്പോൾ അവർക്ക്. ഗണേഷ് കൂരാറ ഗുഡ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഗണേഷ്. രാജേഷ് ഇഴവർ പെരുങ്ങുഴി ഹലോ ബ്രോസ്. ബ്രോസ് മാത്രമുള്ളോ? ബ്രോസ് ഞാനിവിടെ സിസ് ഉണ്ട്. ഇവിടെ സിസിനെ കൂടെ പറയണം. എവിടെ രാഗേശ്വരൻ? ഞാൻ കണ്ടില്ലല്ലോ. ചന്ദ്രിക കരുണാകരൻ പ്രോഗ്രാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ചേച്ചി. അത് വിക്കിന്ന് എഴുതാൻ ചേച്ചി വിട്ടുപോയെന്ന് തോന്നുന്നു. ദയവായിട്ട് അത് എഴുതണമെന്ന് അപേക്ഷിക്കാം. ഞാൻ ഇനി എളുപ്പം കമന്റ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. കാരണം ഒരുപാട് കമന്റ്സ് ഒന്ന് വരുന്നുണ്ട്. ഷറഫ് ഹായ്. റെഡ് ബുൾസ് ഹായ്. സത്യൻ പേരാമ്പ്ര ഹായ്. ഹലോ ഹലോ ചേട്ടാ. ലിമി റോഷൻ ഹലോ. വടക്കേക്കര അബി ഹായ് വിക്കി പറഞ്ഞെത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, വിക്കിന്റെ ആൾക്കാരെത്തി. ചന്ദ്രിക കരുണാകരൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വിക്കി ഒരിക്കലും ഡൾ ആവില്ല. ഹീസ് അവർ ഹീറോ. താങ്ക് യു ചേച്ചി. താങ്ക് യു വെരി മച്ച്. അതെ, ഇപ്പൊ കുറച്ച് എന്തൊക്കെയോ എനർജി വന്നിട്ടുണ്ട്. വിക്കി പൊളിയാന്ന് പറഞ്ഞ അഷ്കർ പറഞ്ഞിട്ടുണ്ട്. അതും കുറെ ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. റെഡ് ബുൾസ് ഞാൻ വിക്കിയുടെ ഫാനാ. ഓക്കെ റെഡ് ബുൾസ്, ഞാനത് പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ പേര് മാത്രം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഉത്തരം ഞാൻ അപ്പുറത്ത് കൂടെ പറഞ്ഞു തരാം കുട്ടികളെ. ഗണേഷ് കൂരാറ വിനോദ് സൂപ്പർ. നിഹാസ് ബഷീർ ഹായ് വിക്കി. ഇതേ നിഹാസ് ഹായ് വിക്കി പറഞ്ഞിട്ടുണ്ട്. നമ്രത ഹായ് വിക്കി പറഞ്ഞിട്ടുണ്ട്. How come Vicky is here today? Mr. Joe Biden didn't call him or not? No, he didn't. Oh, ഇതാരെ പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ രവി തിരുമിറ്റക്കോട്. മുഹമ്മദ് നിഹാൽ ഹായ്. നമ്രത ഹായ് ഫരീസ്. ആക്ച്വലി മൂപ്പർ വിളിച്ചിരുന്നു, വിളിച്ചാൽ നമ്മൾ പോവില്ല ഞാൻ തീരുമാനം എടുത്തുകൊണ്ട് പറഞ്ഞ സത്യൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. രാജേഷ് ഇഴവർ വിക്കി മച്ചു നുമ്മ പൊളിക്കും. താങ്ക് യു രാജേഷ്. ചോദ്യം മിസ്സായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ഷറഫ്. അപ്പൊ ഒന്നുകൂടി പറയാം. 1 is equal to 5, 2 is equal to 25, 3 is equal to 325. അപ്പോൾ what is 8? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്.
8 എന്താണ്? അതായത് ഇതിന് മേലെ കുറച്ച് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം തെറ്റായിട്ടുള്ള ഉത്തരം നോക്കിയിട്ട് വീണ്ടും ആ ഉത്തരം തന്നെ ഇതിൽ അടിച്ചിരിക്കുന്നത്. ദയവായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് ഉത്തരം ചെയ്യണം. ഇനി ബാക്കി കുറച്ച് മെസ്സേജസേ ഉള്ളൂ, അത് നമുക്ക് അടുത്തതിൽ വായിക്കാം. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മിസ് ചെയ്ത് ഇപ്പം ഈ പറഞ്ഞ മെസ്സേജ് വായന മാത്രമായിട്ടുണ്ട്. നമ്മൾ കുറച്ച് പാരന്റ്സിന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റേഷനിൽ അവരെ കയറ്റിയിട്ട് അവരായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ടല്ലോ. എന്താണ് നമുക്ക് പാരന്റ്സ് ആസ് ടീച്ചേഴ്സ് ഡേ എന്നാണ് പറയുന്നത്. നമ്മളുടെ ലൈക് ഇപ്പൊ നമ്മളെന്നല്ല, ഏതൊരു കൊച്ചും ആദ്യം ജനിക്കുമ്പോ നമ്മൾ ആദ്യം കാണുന്ന ആൾക്കാര് പാരന്റ്സ് ആണ്. ഈ മലയാളത്തിലൊരു ഇതൊക്കെ ഇല്ലേ, മാതാപിതാ ഗുരു ദൈവം, അതായത് മാതാവ് പിതാവ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അത്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞതിന് ഞാൻ തിരിച്ചു പറഞ്ഞു, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോ നമ്മളുടെ അത് ആരുടെ ആണെങ്കിലും നമ്മളുടെ ഫസ്റ്റ് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്ന ആൾക്കാര് നമ്മുടെ പാരന്റ്സ് ആണ്. മദർ ആൻഡ് ഫാദർ, അവരാണ് നമ്മളുടെ പാരന്റ്സ്. ഒരു കാര്യം, അതായത് ഈ ഒരു റിസർച്ച് നടത്തിയപ്പോ ഏകദേശം 95% കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽസ്. കറക്റ്റ്, റോൾ മോഡൽസ് ആണ്. നമ്മൾ പാരന്റ്സിനെ കണ്ടിട്ടാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അവരാണ് നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നത് എങ്ങനെ നടക്കണം. അത് മാത്രല്ല, ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ തിങ്സ്, അതായത് എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ കരയണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഇല്ലേ, എങ്ങനെ സൈക്കിൾ ഓടിക്കണം, എല്ലാം ഓരോ ചെറിയ 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 കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ടീച്ചറായിട്ട് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്. സോ ഓഫ് കോഴ്സ് നമ്മളുടെ റോൾ മോഡലായിട്ട് അവര് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞു ഇപ്പം ആള് ചിൽഡ്രൻ ആവാൻ ശ്രമിക്കുകയാണ് ഒരാള്. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് നമ്മളിപ്പം കേട്ടിരിക്കുന്നത് പാരന്റ്സിനെയാണ്. അപ്പൊ പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറയട്ടെ എങ്ങനെയാണ് പാരന്റ്സ് ആവുന്നത്, അല്ലെങ്കിൽ പാരന്റ്സ് എങ്ങനെയാണ് ടീച്ചേഴ്സ് ആവുന്നത്. പിന്നെ അതിനുശേഷമല്ലേ പാരന്റ്സിനോട് പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ടീച്ചേഴ്സ് എങ്ങനെയാണ് പിന്നെ ഹ്യൂമൻ ബീങ്സ് ആവുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. പറഞ്ഞു വന്നപ്പോ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞു തന്നിരുന്നേ? എല്ലാം കൊള്ളാക്കി വിക്കി. 1 = 5, 2 = 25, 3 = 325. Then what is 8? Okay. മറ്റൊരു കാര്യം അറിയോ ഫലിക്ക്? അതായത് ഇപ്പം നമ്മള് കുട്ടികളെ, അതായത് മറ്റേ പാരന്റ്സ്, നമ്മള് ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് കുട്ടികൾക്ക് ഈ പറഞ്ഞ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കൊടുക്കുമ്പോൾ അത് അവരെങ്ങനെ എന്താ പറയാ, ആ ടാസ്ക് എങ്ങനെയാണ് അവര് പെർഫോം ചെയ്യണമെന്ന് അവരെ മോണിറ്റർ ചെയ്തിട്ട് അവരെ കറക്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സ് ടീച്ചേഴ്സ് ആവുകയാണ്. അപ്പൊ നമ്മുടെ ഈ സബ്ജക്ട് ഇന്ന് ഫുൾഫിൽ ആവുകയാണ്. കറക്റ്റ്. നമ്മളുടെ ശരിക്കും പിള്ളേര് പാരന്റ്സ് എന്താണോ ചെയ്യുന്നത് അത് നോക്കും. ലൈക് നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്ക് വെയിറ്റേഴ്സ് ഒക്കെ സെർവ് ഒക്കെ ചെയ്തു തരുമല്ലോ. അപ്പൊ ലാസ്റ്റിൽ നമ്മളെപ്പോഴും എന്താ പറയാ, അവര് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ വി ഷുഡ് സേ താങ്ക് യു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പിള്ളേര് കണ്ടിട്ട് പിള്ളേര് വീണ്ടും അത് താങ്ക് യു പറയും. പക്ഷേ റെസ്റ്റോറന്റ്സിൽ പോകുമ്പോൾ അവര് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പേപ്പർ കൊണ്ടു തരും അവസാനമായിട്ട്. അതെന്താ? അത് ഒരു പാരന്റ്സിനും ഇഷ്ടമല്ല, അത് ടീച്ചേഴ്സിനും ഇഷ്ടമല്ല. അത് പക്ഷെ ഇതിനായിട്ട് റിലേറ്റഡ് അല്ല. സോറി, റിലേറ്റഡ് ആയിട്ടുള്ള. അതെ, എന്താണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഒരാള് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതിന് താങ്ക് യു പറയണം. സോ അത് നമ്മൾ ശരിക്കും പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ടീച്ചിങ്സ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ വിക്കി പറഞ്ഞതുപോലെ ടാസ്ക് കൊടുക്കുക എന്നുള്ളത്, ടാസ്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആസ് കിഡ്സ് അവർക്ക് ഒരു പക്ഷേ അത് അറിയില്ല എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം പാരന്റ്സ് ആണ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇന്ന ടാസ്ക് ആണ്, ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ എന്താണ് ടാസ്ക്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കുട്ടി, ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണ്, ഓക്കെ, ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടി. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിക്ക് എന്ത് ടൈപ്പ് ടാസ്കുകളാണ് പാരന്റ്സ് കൊടുത്ത് ശീലിക്കേണ്ടത്? ഓക്കെ, ലൈക്ക് ആ പിള്ളേരെ എപ്പോഴും കളിക്കില്ലേ, അപ്പം ടോയ്സ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഫുൾ ഇങ്ങനെ നിരത്തി പറിച്ചിടും. കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് എണീറ്റ് അങ്ങ് പോവുകയും ചെയ്യും. കറക്റ്റ്. പിന്നെ പാരന്റ്സ് അതിന്റെ പുറകെ നടന്ന് അത് ഇതാക്കണം. അപ്പം ആ കൊച്ചിന് കൊടുക്കേണ്ട ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് എടുത്തെടുത്ത് വെക്കുക. അപ്പം അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. സി, യു ആർ ടേക്കിംഗ് ദിസ് ടോയ്, നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് തിരിച്ച് അതേ സ്ഥലത്ത് വെക്കുക, അത് കാണിച്ചു കൊടുക്കുക. ഈ ഷോ കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ചെതറി വിതറി കിടക്കുന്നത് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നത് ഞാനാണത് ക്ലീൻ ചെയ്യുന്നത്. വിക്കി ഇവിടെ ഇട്ടിട്ട് പോകും, ഞാൻ അത് എടുത്തുകൊണ്ടേ കച്ചറ കളയണം. സ്റ്റുഡിയോ ക്ലീൻ ചെയ്യുന്നത് ഞാനാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. സന്തോഷായി അത് പറഞ്ഞു കേട്ടപ്പോ.
നമുക്കേ കുറച്ചു നേരമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ മെസ്സേജും വായിച്ചു. അപ്പൊ നമുക്കൊരു നല്ല അവരെ ഒന്ന് എന്താ പറയുക, ഇന്നിപ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള കുറെ സോങ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗസൽ. പറയാൻ മറന്ന പരിഭവങ്ങൾ, ആ പാട്ടല്ല, ആ പാട്ട് പ്ലേ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അതായത് റേഡിയോ രംഗ് എക്സ്പ്രസിന്റെ അല്ലെങ്കിൽ റേഡിയോ രംഗിന്റെ സപ്പോർട്ടേഴ്സ്, സാരഥി ആയ ഡയറക്ടറായ നമ്മുടെ എല്ലാമായ നമ്മുടെ രാജീവ് സാറിന്റെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ടാക്കിയ കുറെ ആൽബംസ്, സോങ്സ് ഉണ്ട്. നമ്മുടെ രാജീവ് സാറും ആള് ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പല പാട്ടുകളുടെയും മ്യൂസിക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, പല പാട്ടുകളും ആലപിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് സോങ്സ് ആണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു സോങ് പ്ലേ ചെയ്യും, എന്നിട്ട് ആ സോങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ? അപ്പൊ നമ്മളുടെ എക്സ്പ്രസ് ഒരു അടിപൊളി സോങ് കേൾക്കാം തീർച്ചയായിട്ടും. ഒന്ന് ഫാസ്റ്റ് ആയിട്ട്. അപ്പോഴേക്കും നമ്മള് നെക്സ്റ്റ് സ്റ്റേഷൻ എത്തുവോ? മനസ്സ് തന്നിട്ട് ബൈ, നമ്മൾ അപ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റേഷൻ എത്തുവോ? തീർച്ചയായിട്ടും എത്തുമല്ലോ. നമ്മളിപ്പോ സ്റ്റേഷന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് കഴിയുന്നതോട് കൂടി തന്നെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിരിക്കും. അതെ, അപ്പൊ നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. ഞങ്ങള് ദേ വന്നോണ്ടിരിക്കുകയാണ്. കുറെ മെസ്സേജസ് ഇതേ വീണ്ടും ഹായ് ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസല് ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസല് ജനിക്കുന്നു. നിഴലിനെ പോലും വെറുക്കാൻ തുടങ്ങുമ്പോൾ ഗസല് ജനിക്കുന്നു. ഗസല് ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസല് ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസല് ജനിക്കുന്നു. നിഴലിനെ പോലും വെറുക്കാൻ തുടങ്ങുമ്പോൾ ഗസല് ജനിക്കുന്നു. ഗസല് ജനിക്കുന്നു. സ്വരം ദൂരെ നിന്നിങ്ങു വന്നാലും പൂജിച്ച നിമിഷങ്ങൾ വെറുതെ. നിൻ സ്വരം ദൂരെ നിന്നിങ്ങു വന്നാലും പൂജിച്ച നിമിഷങ്ങൾ വെറുതെ. കരളിൽ കനൽ നീറി എരിഞ്ഞു തുടങ്ങുമ്പോൾ, കരളിൽ കനൽ നീറി എരിഞ്ഞു തുടങ്ങുമ്പോൾ ഗസല് ജനിക്കുന്നു. ഗസല് ജനിക്കുന്നു. ഗസല് ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസല് ജനിക്കുന്നു. നിഴലിനെ പോലും വെറുക്കാൻ തുടങ്ങുമ്പോൾ ഗസല് ജനിക്കുന്നു. ഗസല് ജനിക്കുന്നു.
ചേരാൻ മോഹിച്ച കാലങ്ങൾ വെറുതെ. പിൻവിളി കേൾക്കാതെ നിന്നോടു ചേരാൻ മോഹിച്ച കാലങ്ങൾ വെറുതെ. ഒരുമിച്ചു യാത്രയ്ക്കൊരുങ്ങുമ്പോൾ തനിച്ചാക്കി, ഒരുമിച്ചു യാത്രയ്ക്കൊരുങ്ങുമ്പോൾ തനിച്ചാക്കി ഓടി മറയുമ്പോൾ ഗസൽ ജനിക്കുന്നു, ഗസൽ ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസൽ ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസൽ ജനിക്കുന്നു. നിഴലിനെ പോലും വെറുക്കാൻ തുടങ്ങുമ്പോൾ ഗസൽ ജനിക്കുന്നു, ഗസൽ ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസൽ ജനിക്കുന്നു. മനസ്സ് തന്നിട്ട് മറക്കാൻ പറയുമ്പോൾ ഗസൽ ജനിക്കുന്നു. നിഴലിനെ പോലും വെറുക്കാൻ തുടങ്ങുമ്പോൾ ഗസൽ ജനിക്കുന്നു, ഗസൽ ജനിക്കുന്നു, ഗസൽ ജനിക്കുന്നു. വെൽക്കം ബാക്ക് ടു റേഡിയോ റംഗ് എക്സ്പ്രസ്. ഞാൻ നിങ്ങളോടൊപ്പം RJ വിക്കി, ഞാൻ RJ ഫരി. ഫരി, ഇപ്പൊ നമ്മൾ ഈ പ്ലേ ചെയ്ത പാട്ടുണ്ടല്ലോ, ഇത് ഗസൽ പാട്ടായിരുന്നു. ഈ പാട്ടിന്റെ ശബ്ദം കേട്ടപ്പോ ആൾക്കാർ തെറ്റിദ്ധരിച്ചു കാണും ഇത് ഹരിഹരൻ പാടിയ പാട്ടാണ്. അതെ അതെ, നല്ല സൗണ്ട് അല്ലേ. ശരിക്കും ഹരിഹരന്റെ ആ വോയിസ് റിസംബിൾ ചെയ്യുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ആലപിച്ച പാട്ട്. പിന്നെ അതിന്റെ എന്താ പറയാ, ആ മ്യൂസിക്കും എല്ലാം തന്നെ വളരെ രസമുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഒരുപാട് ആൾക്കാർ എനിക്കും തീർച്ചയായിട്ടും ആ പാട്ട് ആസ്വദിച്ച് കാണും. അപ്പൊ ഇത് ആര് പാടിയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ കൂടെ ഈ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പാട്ട് പാടിയത്. അതാരാ? നമ്മുടെ കൂടെ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ പാരന്റ്സിനെ ഇറക്കി വിട്ടില്ലായിരുന്നു, ആ സ്റ്റേഷനിൽ നമ്മൾ ഒരാളെ കയറ്റിയിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ കോട്ടയംകാരനായ ചിങ്ങവനംകാരൻ ശ്രീ അഭിലാഷാണ് ഈ പാട്ട്. അഭിലാഷ് രാമ, അങ്ങേര് ആലപിച്ച ഗാനമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗാനം. അങ്ങേര് ഈ പറഞ്ഞ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ഗാനപ്രവീണ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ്. ഒരുപാട് മ്യൂസിക് ആൽബംസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാടക ഗാനങ്ങൾ മൂപ്പർ ആലപിച്ചിട്ടുണ്ട്. ഈ പാട്ടിന്റെ ലിറിക്സ് എന്ന് പറയുന്നത് ചന്ദ്രൻ നായർ, ഇതിന്റെ മ്യൂസിക് മുരളീകൃഷ്ണ. ഇതിന് ആക്ച്വലി ഒരു ആൽബത്തിന്റെ സോങ് ആണിത്. ഓക്കെ, ഇതിനകത്ത് ഒരു ഇതൾപ്പൂ എന്നുള്ള ഒരു ആൽബം 2006 ഇറങ്ങിയ ഒരു പാട്ടാണ്. അപ്പൊ നമ്മൾ ഈ 2006 ഏകദേശം 14 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു ഷോയിൽ ഈ ഒരു ഗാനം നമുക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച് അഭിലാഷ് രാമ. അതെ, ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഷെയർ ചെയ്തതിന് നമ്മൾ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ ഇനിയും ഒരുപാട് ഗാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും റേഡിയോ റംഗ് വഴി അത് നിങ്ങളെല്ലാവരും നമ്മൾ ഈ ലോകം മുഴുവനും കേൾപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടി കൂടി ഇത് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീൽ കിട്ടിയിരുന്നു. തീർച്ചയായിട്ടും ഇത് കേട്ട എല്ലാവർക്കും അത് കിട്ടിക്കാണണം. നമ്മുടെ റിഡൽ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാലോ? തീർച്ചയായിട്ടും പറയൂ. പറഞ്ഞോളൂ. 1 is equal to 5, 2 is equal to 25, 3 is equal to 325. Then what is 8? അപ്പൊ എല്ലാവരും വീണ്ടും ഇപ്പൊ കയറി വന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വീണ്ടും റെഡില് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഫസ്റ്റ് ഓടിപ്പോട്ടോ. ഗണേഷ് കുറാര ഹായ് വിക്കി ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. ഹായ് ഗണേഷ് ജി. അഷ്കർ ബിൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഹായ് വിക്കി ബ്രോ. ഹായ് അഷ്കർ. റിനോഷ് എത്തിയിട്ടുണ്ട് ഹായ് വിക്കി ഫരി.
ശ്രീലത്ത് എത്തിയിട്ടുണ്ട്. ഹായ് ഫരി ആൻഡ് വിക്കി. ഹായ് ശ്രീലത്ത് ചേച്ചി. മുഹമ്മദ് നിഹാൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി നാരായണൻ ഹലോ ഡിയേഴ്സ്. ഹായ് അഞ്ജു. ഷറഫ് നായകൻ പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ റണ്ണിങ് കലക്കി കേട്ടോ വണ്ടർഫുൾ. നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ശ്രീഹരിയാണ്. അതെ, മാസ്റ്റർ ശ്രീഹരിയാണ് ഇതിന്റെ എല്ലാ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. മാസ്റ്റർ ശ്രീഹരിയാണ്. അതെ, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ട്രെയിനിനെ ഇറക്കി വിട്ടു. അതെ, വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങള് വിചാരിച്ചതേ ഇല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നത് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ശ്രീഹരിക്കാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. അച്ചു എത്തിയിട്ടുണ്ട്. സൂപ്പർ വോയിസസ്, താങ്ക് യു വെരി മച്ച്. ദിവ്യ ഹരി ഹലോ RJs. ഹായ് ദിവ്യ. അഷ്കർ ബിൻ സലീം ആൻസർ ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഗണേഷ് കുരാർ യു ആർ ഗ്രേറ്റ്, വെൽ ഡൺ മൈ ഡിയർ എന്ന് ചോദിച്ചു. ഗണേഷ് ജി. അനൂബി കുറുപ്പ് ഹായ് ഫരി. ഹായ് അനു. നൂർ RJ ഹലോ ഫരി ആൻഡ് വിക്കി. ഗുഡ് ഗോയിങ് ഗൈസ്. നൂറിന് വേണ്ടി കഴിഞ്ഞ ഷോയിൽ ഞങ്ങള് കൂടെ വരാത്തതിന്, അതായത് ഞങ്ങളുടെ ട്രെയിനിൽ കയറാത്തതിന് ഞങ്ങൾക്ക് പരിഭവമുണ്ട്. പക്ഷെ ആ പരിഭവം ഈ ഷോ മുഴുവനും കണ്ടു കഴിയുമ്പോൾ തീർന്നോളും. അതെ, ആക്ച്വലി വിക്കി എന്ന് പറയായിരുന്നു നമ്മുടെ 100 വരുവാണെന്നുണ്ടെങ്കിൽ 100 സ്പെഷ്യൽ സീറ്റ് തന്നെ കൊടുക്കണം എക്സ്പ്രസിൽ. 100 ഒരു സ്റ്റേഷനിലും ഇറക്കി വിടരുത്, ഫുൾ എല്ലാ സ്റ്റേഷനിലും 100 കൊണ്ടേ പോവുള്ളൂ എന്നാ പറഞ്ഞത്. അതെ, മറ്റേ ഡോറിന്റെ തൊട്ടടുത്തുള്ള സീറ്റ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉമ അയ്യർ എത്തിയിട്ടുണ്ട്. ഹായ് ബ്രോസ്, ഹൗസ് യു. അയ്യോ, ഒരു സിസും കൂടി ഉണ്ട്. എന്നെ എന്തിനാ ബ്രോ എന്ന് വിളിക്കുന്നത്? ഞാൻ അതൊരു സ്റ്റൈലല്ലേ ബ്രോസിന് വിളിക്കുന്നത്. വെൽ, കുറെ നാളായി ഈ സ്വീറ്റ് വോയിസസ് കേട്ടിട്ട്. സോ വെൽക്കം അഗൈൻ ആഫ്റ്റർ എ ഗ്യാപ്പ്. താങ്ക് യു ഉമ. ഞങ്ങളും നിങ്ങളെല്ലാവരും ഒരുപാട് മിസ് ചെയ്തു ഈ 2 ആഴ്ചയില്. അങ്ങനെ വന്ന പാടെ 8ന്റെ പണിയുമായിട്ട് ക്വസ്റ്റ്യൻ കൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇന്ന് 8-ാം തീയതി 8-ൽ ഒരു ചോദ്യം ചോദിക്കാന്നുള്ള രീതിക്കാണ്. എന്തായാലും ഞാൻ ആൻസർ പറയുന്നില്ല. ഞാൻ ചിൽഡ്രൻസ് ഡേ അഡ്വാൻസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന മൂഡിലാണ് കേട്ടോ. യു ഗൈസ് റോക്ക്. അത് ശരിയല്ല, എന്തായാലും ആൻസർ ഒക്കെ പറഞ്ഞു വരണ്ടേ? നമ്മളുടെ ഒരു അല്ല, ഉമ്മയ്ക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് അറിയാം, അതുകൊണ്ടാണ് ഉമ്മ അത് പറയാത്തത്. അത് മറ്റുള്ളവർക്കും കൂടെ അവസരം കൊടുക്കുക എന്നുള്ളൊരു നല്ല മനസ്സ് ഉമ്മയിൽ ഞാൻ കാണുന്നു. കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി, എന്നാലും കുഴപ്പമില്ല. പരിമള പ്രദീപ് എത്തിയിട്ടുണ്ട്. ഗുഡ് ജോബ് ഫരീദ, താങ്ക് യു സോ മച്ച്. ഗണേഷ് കുരാര ഗുഡ് എന്ന് പറഞ്ഞെത്തിയിട്ടുണ്ട്. ധന്യ കുറെ സ്മൈലീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി പരിമള പ്രദീപും ഹരീന്ദ്രനും കുറെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷ്ണ സുധ വാവ് സൂപ്പർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഗണേഷ്, റിയലി ഐ അപ്രീഷിയേറ്റ് ബോത്ത് ഓഫ് യു. ഗുഡ് ലക്ക്, താങ്ക് യു സോ മച്ച്. ഉമ അയ്യർ ലവ്ലി ഗസൽ, താങ്ക്സ് ഡിയേഴ്സ് ഫോർ ദിസ് വെറൈറ്റി സോങ്സ്. ഞങ്ങൾ എല്ലാ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇതിന്റെ വീഡിയോ വേർഷൻസ് അവൈലബിൾ ആണ്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു ഷോയിൽ ഇതിന്റെ വീഡിയോ വേർഷനും കൂടി ഞങ്ങൾ പ്ലേ ചെയ്യും. ഈ അഭിലാഷ് രാമ പാടിയ ഗാനങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബിലും മറ്റുള്ള ചാനൽസിലെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത ഗാനം നമ്മൾ വീഡിയോ വഴിയാണ് പ്ലേ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും എന്താണ് സ്പെഷ്യൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരിക എന്ന് ആലോചിച്ച് ഓരോന്ന് പുതിയതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. സോ ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് പേര് വന്നവരെല്ലാം നമ്മൾ മെസ്സേജ് വായിച്ചു കഴിഞ്ഞു. നമ്മുടെ ഉഷ ചേച്ചി വന്നിട്ടുണ്ട്, പ്രീത രമേശ് വന്നിട്ടുണ്ട്, ഹർഷ വന്നിട്ടുണ്ട്, ഗണേഷ് കുരാറ വീണ്ടും നമുക്ക് മെസ്സേജ്, പ്രിയങ്ക, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി നിങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളുടെ കൂടെ തന്നെ ഈ യാത്ര അവസാനം വരെ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് പറയാനുള്ളത്, റേഡിയോ റങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇനിയുള്ള കുറെ കാലങ്ങൾ നമ്മൾ ഈ പറഞ്ഞ വെർച്വൽ രീതിയിലും ഈ പറഞ്ഞ ഓൺലൈൻ രീതിയിലും മാത്രമാണ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ശ്രവിക്കാനും അതേമാതിരി കാണുവാനും പറ്റുക. അതുകൊണ്ട് തന്നെ ഒരുപാട് RJസിന്റെയും ഒരുപാട് VJസിന്റെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെ, അപ്പോ അതിലേക്ക് താല്പര്യമുള്ള ആർക്കെങ്കിലും താല്പര്യമുണ്ട്, RJ ആവാനോ VJ ആവാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റേഡിയോ റങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ മെസ്സേജസ് അയക്കാം. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇമെയിൽ വഴി നിങ്ങൾക്ക് അയക്കാം. നിങ്ങളുടെ ഒരു ചെറിയൊരു പ്രൊഫൈൽ അതിനകത്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID ഉണ്ട്. ഇമെയിൽ ID rj@radiorang.com. റേഡിയോ റങ്കിന്റെ സ്പെല്ലിംഗ് RADIORANGH.com. rj@radiorang.com ആണ്. അതിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ചെറിയൊരു പ്രൊഫൈൽ അയക്കാം. വാട്സാപ്പ് വഴി നിങ്ങൾ ഹായ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ഓഡിഷൻ ചിലപ്പോൾ വാട്സാപ്പ് വഴി തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾ തുറന്നു തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ വിക്കി നമ്മുടെ അഭിലാഷ് രാമ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം താങ്ക്സ് ടു യു അഭിലാഷ് ജി, ഞങ്ങളാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. ഇത്രയും മനോഹരമായിട്ട്, അതായത് ഞങ്ങൾ പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുന്നവർക്ക് തോന്നുന്നത് ശ്രീ എന്താ പറയാ മറ്റേ നമ്മുടെ ഹരിഹരൻ സാർ പാടി എന്നുള്ളതാണ്. ഓക്കെ, ചന്ദ്രിക കരുണാകരൻ സൂപ്പർ വിക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ നിവേദ്യ ആൻസർ പറഞ്ഞെത്തിയിട്ടുണ്ട്. പീതാംബരൻ നായർ വാവ് വാട്ടർ സോങ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു പീതാംബരൻ. മുഹമ്മദ് സിയാദ് കൃഷ്ണ സുബ സൂപ്പർബ് പറഞ്ഞു വന്നിട്ടുണ്ട്. ഗണേഷ് കുരാരയും പറഞ്ഞിട്ടുണ്ട്. ഹായ് ഗണേഷ്, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിംഗ് ടു us, being with us.
traveling with us. ബഷീർ അമ്പലായി വന്നിട്ടുണ്ട്. ഗ്രേറ്റ്, നല്ല പ്രോഗ്രാം, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രജിൽ മനിയൂർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇവരുടെയൊക്കെ മെസ്സേജ് വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവർക്ക് കുറെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഒരൊറ്റ മെസ്സേജ് കൂടെ വായിച്ചോട്ടെ. നമ്മുടെ മിസ്റ്റർ ഗണേഷ് കുരാല പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റർ ശ്രീഹരി മോനെ, റിയലി ഐ അപ്രീഷിയേറ്റ് യുവർ ക്രിയേറ്റിവിറ്റി. സോ യാ, അപ്പം ശ്രീഹരിക്ക് വരെ വന്നിട്ടുണ്ട്. ആക്ച്വലി എല്ലാ ഷോ കഴിയുമ്പോഴും ഞങ്ങളാണ് ശ്രീഹരിക്ക് താങ്ക്സ് പറയാറുണ്ട്. അപ്പൊ ഇന്ന് എന്താ പറയാ, ഒരു പ്രേക്ഷകൻ താങ്ക്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം എന്താ പറയാ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അപ്പൊ ഞങ്ങൾ പറയുന്നില്ല കേട്ടോ, ഇനി ഗണേഷ് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. അവൻ അങ്ങ് പറക്കുവാ. അതെ, അങ്ങ് പറന്ന് 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 എവിടെ എത്തിയോ എന്നാൽ കുറെ ഇൻഫർമേഷൻസ് എന്തോ റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന കുറെ ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ. ലാസ്റ്റ് വീക്ക് നമ്മുടെ കേരളത്തിന്റെ 64th ബർത്ത്ഡേ ആയിരുന്നു. അതെ, ഈ കേരളം എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ ആൾക്കാർ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ. ഇത് ആരാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഒരു പേര് കൊടുത്തത്? എങ്ങനെയാണ് അത് ഇങ്ങനെ വിളിപ്പേരായത്? കേരളം കേരളത്തിന് തന്നെ കൊടുത്തതാണ്. ഞാൻ കൊടുത്തതല്ല. അതായത് കേരളം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഗോഡ്സ് ഓൺ കൺട്രി, പ്രത്യേകിച്ചും ആ ഒരു അറേബ്യൻ കോസ്റ്റിലുള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ കണ്ടോ, ഇടയ്ക്ക് വെടിക്കെട്ടും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കേരളം എന്ന് കേൾക്കുമ്പോ തന്നെ എന്താ പറയാ, അത് ശരിക്കും ചിരകളിൽ എക്സൈറ്റഡ് ആയിട്ട് അതെ അങ്ങനെ കൊടുത്തുപോയതാണ് ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ പറഞ്ഞ എന്നെ ഞാൻ തന്നെ വിളിക്കുന്ന പേര് വിമൽ കുമാർ എന്ന് പറയുന്ന വരി നമ്മൾ വിളിച്ചു പോയതാണെങ്കിലും പക്ഷെ സത്യസന്ധമായിട്ടും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. കാരണം ഒരുപാട് തലത്തിൽ, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ശരി, അങ്ങനെ ഒരുപാട് തലത്തിൽ കേരളം ഇസ് ദ ബെസ്റ്റ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് ഇപ്പം ഫരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് വായിച്ചു പോകും. നിങ്ങൾ കോരിത്തരിക്കാൻ തയ്യാറായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് ഫാക്ട്സ് ഉണ്ട് കേരളത്തിനെ കുറിച്ച് നമ്മൾ ചിലപ്പം അറിയാത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കേരള ശരിക്കും ആയുർവേദ മെഡിസിൻസ് ആദ്യം ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതേപോലെ കേരളത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സിനെക്കാളും വളരെ കൂടുതലാണ്. അപ്പൊ ചാവില്ലാന്ന് സാരം. അതെ അതെ അതെ, എന്താ പറയാ, എന്താണ് അടിച്ചു കൊന്നാലും ചാവില്ല എന്നുള്ളത് അത് തന്നെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പഴയ പേര് ശരിക്കും ട്രാവൻകൂർ എന്നായിരുന്നു. റിനെയിം ചെയ്തത് 1 ജൂലൈ 1949 ഓക്കെ. പിന്നെ 90% ഓഫ് ലൈക് കേരളൈറ്റ്സ്, അതായത് കേരളത്തിലുള്ള 90% ഓഫ് ദ പീപ്പിളിനും അവരുടെ സ്വന്തം സ്ഥലമുണ്ട്. അവര് അതില് സ്വന്തമായിട്ട് വീടും വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ റിസർച്ചിനകത്ത് എവിടെയോ ഒരു കുഴപ്പമുണ്ട്. 90% ആൾക്കാർക്ക് സ്വന്തമായിട്ട് വീടും സ്വന്തമായിട്ട് ലാൻഡും ഉള്ളതാണ്. അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫരിയെ പിടിച്ചാൽ മതി. അല്ല, അങ്ങനെ ഇല്ലാത്തവർ ബാക്കിയുള്ള 10% വരുന്നവരാണ്. ഫരിക്ക് വേറൊരു കാര്യം അറിയാം, കേരളം അതായത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സ്റ്റേറ്റ്സിൽ ഒന്നാണ് കേരളം. നമ്മൾക്ക് പ്രൗഡ് ആവേണ്ട ഒരു സംഭവമാണ്, ഒരു സംശയമില്ല. അതായത് അത്രയും വൃത്തി ഉള്ള ഒരു സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, സിക്കിമിന്റെ കൂടെ. അതെ, നമ്മൾ സിക്കിമിന് പറയുന്നില്ല, നമ്മൾ സിക്കിംകാരൊന്നും ഇത് കേൾക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് സിക്കിം പറയേണ്ട കാര്യമില്ല, കേരളം മാത്രം പറഞ്ഞാൽ മതി. കേരളത്തുകാർക്ക് അറിയാൻ പറ്റുമല്ലോ. സിക്കിം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതിനെ കുറച്ച് ക്ലീൻ ആയിട്ട് വെക്കാൻ നമുക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കും. പക്ഷെ കേരളം എന്ന് പറയുന്നത് ഒരു വിവിധ നാനാ തരത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇപ്പൊ എനിക്കൊന്ന് സിക്കിമിൽ നിന്ന് പോലും ആൾക്കാർ ചിലപ്പോൾ കേരളത്തിൽ വന്ന് താമസിക്കും. പക്ഷെ കേരളക്കാർ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. അതെ, അത് മാത്രമല്ല വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണുങ്ങൾക്കെല്ലാം വളരെ എന്താ പറയാ ഹരം കൊള്ളുന്ന ഒരു ന്യൂസും കൂടെ ഞാനിവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1084 ഫീമെയിൽസ് ഉണ്ട് 1000 മെയിൽസിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 84 എക്സസ്. ഓ, അതാണ് ഒന്ന് പൊട്ടിക്കും, അടിച്ച് പൊട്ടിക്കും, ഇതിലൊക്കെ അടിച്ച് പൊട്ടിക്കണം. കാരണം ആൾക്കാരൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അയ്യോ, പൊട്ടിച്ചില്ല, പാവം ശ്രീഹരി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ 100% എഡ്യൂക്കേഷൻ ലിറ്ററസി. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ കേരളത്തിൽ ഒരു സംസ്ഥാനമാണ് 100% ലിറ്ററസി എന്നുള്ളൊരു പേര് കേരളത്തിന് എത്തിച്ചു കൊടുത്തത്. ഏത് സംസ്ഥാനം? അല്ല സോറി, എറണാകുളം. അതെ, ഫസ്റ്റത്തെ ഡിസ്ട്രിക്ട്. പക്ഷെ അതല്ലാതെ ഐ ഗസ് പത്തനംതിട്ടയൊക്കെ ആ ലിസ്റ്റിൽ വരുന്നതാണ്. പത്തനംതിട്ട, തൃശ്ശൂർ, ഇതൊക്കെ വരുന്ന ലിസ്റ്റിൽ വരുന്നതാണ്. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞപ്പോ വെടിക്കെട്ടൊക്കെ വന്നു, വരെ തൃശ്ശൂർ പൂരത്തിന്റെ താന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ടെക്നോ പാർക്ക് ഇല്ലേ, അതാണ് ലാർജസ്റ്റ് ആൻഡ് ഫസ്റ്റ് ടെക്നോ പാർക്ക് ഇൻ ഇന്ത്യ. ഒരുപാട് MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഓഫ് കേരള, അതായത് ട്രിവാൻഡ്രത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഡൽഹി മെട്രോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ
പുള്ളിയും കേരളത്തുകാരനാണ്. പിന്നെ നമ്മുടെ പുതിയ ന്യൂസ് കേട്ടോ, ഇതാണ് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന ന്യൂസ് കേട്ടോ. പറഞ്ഞോളൂ. അത് വിക്കി എന്നൊക്കെ പറഞ്ഞാല് മറ്റേ എന്താ പറയാ, വലിയ ബ്രെയിൻ ഉള്ള ആൾക്കാർ. ശ്രീധരൻ സാർ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ, ആളൊരു എഞ്ചിനീയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. അതും 10,000 ആൾക്കാർ, അതായത് 30 ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫസ്റ്റ് എയർപോർട്ട്, ഇന്ത്യൻ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി എയർപോർട്ടാണ്. വേറെയും കുറച്ച് ഇൻഫർമേഷൻസ് കൂടി ഞാൻ പടപടാന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക, ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് ലിറ്ററസി കൊണ്ട് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിന് പുറമെ കേരളത്തിലെ എന്താ പറയുക, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് മാൻ പവർ എക്സ്പോർട്ട്, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലേക്ക് ഏറ്റവും കൂടുതൽ മാൻ പവർ എക്സ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനവും കേരളമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ എല്ലായിടത്തും ഡിമാൻഡാണ്. കേരളത്തിൽ അതായത് എവിടെ പോയിട്ട് കല്ലെറിഞ്ഞാലും 10 പേരിൽ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 8 പേര് കേരളത്തിലായിരിക്കും. പക്ഷെ ഇതൊരു ഇന്റർനാഷണൽ ഒരു അസോസിയേഷൻ പോലും ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അറിയോ? അതായത് WHO, അതായത് ഹു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഓക്കെ, അവർ പറഞ്ഞിട്ടുള്ളത് 95% ഓഫ് കേരളത്തിൽ ജനിക്കുന്ന കുട്ടികൾ ഏറ്റവും ഭാഗ്യവതികളാണ്. എന്താ കാരണം? അവർ ജനിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിലും മൂലയ്ക്കും ഹോസ്പിറ്റൽസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഉള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് കേരളത്തിന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് ഗോഡ്സ് ഓൺ കൺട്രി. അതേപോലെ കേരളത്തിനൊരു ജോഗ്രഫിക്, അതായത് കേരളത്തിന്റെ ബാക്ക് വാട്ടേഴ്സ് ഇല്ലേ, അതിനൊരു ജോഗ്രഫിക് ഹിസ്റ്ററി ഉണ്ട്, യുണീക്നെസ് ഉണ്ട്. ജോഗ്രഫിക് ഹിസ്റ്ററി എന്നല്ല, ജോഗ്രഫിക് യുണീക്നെസ് ഉണ്ട്. നമ്മുടെ റിവേഴ്സും കായലുകളും പാരലലി ആണ് നമ്മുടെ കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കേരളം എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് എലിഫന്റ്സ് ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മളുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, അത് റിച്ചസ്റ്റ് ടെമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, റിച്ചസ്റ്റ്, കംപ്ലീറ്റ് സ്വർണ്ണമാണ്, കംപ്ലീറ്റ്. പിന്നെ ഇന്ത്യയില് ഫസ്റ്റ് റെയിൻഫോൾ കിട്ടുന്നത് കേരളത്തിൽ. അതായത് ഇപ്പൊ മുംബൈയിലുള്ള ഒരാൾക്ക് എപ്പോഴാ മൺസൂൺ വരണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തുകാരനെ വിളിച്ച് ചോദിച്ചാൽ മതി, അവിടെ മഴ പെയ്തോ, എന്നാല് വിചാരിച്ച ഓക്കെ അവിടെ പെയ്തു കഴിഞ്ഞാൽ ഓക്കെ, ഇനിയിപ്പോ പതുക്കെ മുംബൈയിൽ എത്തുന്നു. കേരളത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത ഒരുപാട് മാർഷ്യൽ ആർട്സ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് കളറി പൈറ്റ് എന്ന് ലാലേട്ടൻ ചില സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കേരളത്തിലാണ് ലോവസ്റ്റ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. അങ്ങനെ ഒരു ആക്ച്വലി കുറച്ച് എന്താ പറയാ, ഒരു സങ്കടം തോന്നിക്കുന്ന ഒരു വാർത്തയും കൂടി ഉണ്ട്. ഇത്രയും ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ആത്മഹത്യാ നിരക്കും കേരളത്തിലാണ് കൂടുതൽ. അതേപോലെ തന്നെ കൂടുതൽ ബുദ്ധിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ വേഗം പോയി ആയിരിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഫസ്റ്റ് ബെഗർ ഫ്രീ സിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നമ്മളുടെ കേരളമാണ് ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് ആയിട്ട് 2015 നമ്മുടെ കേരളത്തിന് ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് ആയിട്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബുക്ക് വേംസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഉള്ളതും. അത് ഞാൻ പറയൂല, അത് എന്താണെന്ന് മനസ്സിലായോ? ഏറ്റവും കൂടുതൽ മദ്യപാനികൾ ഉള്ളതും ഏറ്റവും കൂടുതൽ മദ്യം കൺസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റേറ്റും കൂടിയാണ് കേരളം. അത് ആക്ച്വലി നമുക്ക് ലജ്ജിക്കാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗമാണെങ്കിൽ പോലും. അതെ, അതല്ല, നമ്മളൊക്കെ നോർമലി ബുക്ക് വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഫിയൊക്കെ എടുത്തിട്ട് അല്ലേ. പക്ഷെ നമ്മുടെ കേരളത്തില് ശരിക്കും ലൈക്ക് റിസർച്ചേഴ്സ് പറയുവാണ്, അതെ, റിസർച്ചേഴ്സ് പറയുവാണ് കോഫിക്ക് പകരം എപ്പോഴും ഇതൊരു ഗ്ലാസും ഈ ബുക്കുമാണ്, അതുകൊണ്ടിട്ടാണ് പോലും ബുക്ക് വേംസ് കൂടുതൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ശരിയാ. നമുക്ക് അടുത്തൊരു ഗസലിലേക്ക് പോയിക്കൂടെ? ഇന്ന് നമ്മൾ ഗസൽ ഡേ ആണല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഗസൽ ഡേ, അതായത് നമ്മൾ പ്ലേ ചെയ്യുന്നോണ്ട് 2 സോങ് പ്ലേ ചെയ്യുന്നോണ്ട് നമ്മൾ ഗസൽ ഡേ ആക്കി. നമ്മുടെ അർജുനന്റെ സോങ് ആണ്, സംഗീതത്തിൽ അർജുനൻ ആലപിച്ച ഗാനം. നമ്മുടെ ജിംഗിൾ കമ്പോസ് ചെയ്ത് ആലപിച്ചതും മിസ്റ്റർ അർജുൻ തന്നെയാണ്. ബഹ്റൈനിൽ ആയിരുന്ന അർജുൻ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ മിസ്റ്റർ അർജുന്റെ ഒരു പാട്ട് നമുക്ക് ഈ എക്സ്പ്രസിലൂടെ കൂടെ, അതെ, മനോഹരമായിട്ടുള്ള പാട്ട്, വീണ്ടും ഒരു അടിപൊളി ഗാനം ഞങ്ങൾ ആസ്വദിക്കും. അപ്പോഴേക്കും ഞങ്ങൾ വന്നു.
നിഴലാടും മുറ്റത്തെ കനിയൂറും കുറുമാവിൻ ചില്ലയിൽ കെട്ടി ഞാനൊരു പിടി സ്വപ്നം. ഓരോന്നായൂഞ്ഞാലാടി വന്നോർമ്മയിൽ ഇന്നു ചേക്കേറി, എന്നോർമ്മത്തണലിൽ ചേക്കേറി. ആ സന്ധ്യയിൽ തെളിയുമാം സാന്ദ്രമാം രാഗത്തിൻ ഭാവമായി ഇണങ്ങളിൽ അലിയും നിറയും തിരികെ മധുരമാം വേണുഗീതങ്ങളീണങ്ങളിൽ വൃന്ദാവന ഗീതികളീണങ്ങളിൽ നിഴലാടും മുറ്റത്തെ കനിയൂറും കുറുമാവിൻ ചില്ലയിൽ കെട്ടി ഞാനൊരു പിടി സ്വപ്നം. പ്ലാവിലക്കുമ്പിളിൽ നിറയ്ക്കുമാ സ്നേഹത്തിൽ ചാലിച്ചൊരോർമകളെ മധുരം പകരും ഇനിയും എനിക്കായി അകത്തളത്തേതോ കൈവളകൾ നറുമണം ചാർത്തുമോ കൈവളകൾ നിഴലാടും മുറ്റത്തെ കനിയൂറും കുറുമാവിൻ ചില്ലയിൽ കെട്ടി ഞാനൊരു പിടി സ്വപ്നം. ഓരോന്നായൂഞ്ഞാലാടി വന്നോർമ്മയിൽ ഇന്നു ചേക്കേറി, എന്നോർമ്മത്തണലിൽ ചേക്കേറി. വെൽക്കം ബാക്ക് ടു റേഡിയോ റാങ്ക് എക്സ്പ്രസ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആർജെ ഫരിയും ആർജെ വിക്കിയുമാണ്. അപ്പോൾ നമ്മളുടെ ഫണി ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം ഇപ്പൊ ആൻസേഴ്സ് ഒക്കെ വരൽ ഇത്തിരി കുറഞ്ഞു അല്ലേ. ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്. അതായത് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാടി ഇറക്കരുത് ദയവായിട്ട്. ഓക്കെ, ഈ ട്രെയിൻ ഞങ്ങൾ കൊണ്ടുപോയി നിർത്തും, ആ നിർത്തുന്നവരെ ദയവായി നിങ്ങൾ ആ ട്രെയിനിൽ തന്നെ തുടരണം. അതെ, കറക്റ്റ്. അപ്പോ നമ്മളുടെ ഫണി ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 1 is equal to 5, 2 is equal to 25, 3 is equal to 325. Then what is 8? 8. അതെ, 8ന്റെ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. 8-ാം തീയതി 8ന്റെ ഒരു പണിയുമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസത്തിന് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇതുണ്ട്. ഓക്കെ, സ്പെഷ്യാലിറ്റീസ് ഞാൻ ജസ്റ്റ് ഒന്ന് എളുപ്പം ഓടിച്ചു പോവാം. November 8 ആണ് ഇന്നത്തെ ദിവസം, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഇയേഴ്സിന്റെ പേര് പറയാം. 1793 നമ്മുടെ പാരീസിലത്തെ ലൂവർ മ്യൂസിയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് 1793 അതേപോലെ മൊണ്ടാന 41ാം അമേരിക്കൻ സംസ്ഥാനമായത് 1889 November 8.
പിന്നെ നമ്മുടെ എക്സ്റേ ഇല്ലേ, നമ്മുടെ കാലക്കൊടിയുമ്പോ അല്ലെങ്കിൽ കൈക്കൊടിയുമ്പോ ഒക്കെ നമ്മൾ പോയിട്ട് ചെയ്യുന്ന എക്സ്റേ, അത് കണ്ടുപിടിച്ചിട്ട് ആക്ച്വലി 125 years ആയി. നവംബർ 8, 1895 റോൺട്ജൻ എക്സ്റേ കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് പറയട്ടെ. അതുകൊണ്ട് തന്നെ ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. ഈ എക്സ്റേ കണ്ടുപിടിച്ച ദിവസം ആയതുകൊണ്ടിട്ട് ഇന്നത്തെ ദിവസം ആക്ച്വലി അന്താരാഷ്ട്ര റേഡിയോളജി ദിവസമായിട്ട് കൂടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഓ വെരി ഗുഡ്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാം, കാരണം ഇത് കുറച്ച് പഴയ ഇൻഫർമേഷൻസ് ഇത്ര നേരം പറഞ്ഞു. 1960 ജോൺ എഫ് കെനഡി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന് നവംബർ 8. ജോൺ എഫ് കെനഡി ഒരു ആക്ടറും കൂടിയായിരുന്നു, അതറിയാമല്ലോ അല്ലെ? ജോൺ എഫ് കെനഡിയുടെ പേരിലൊരു എയർപോർട്ടൊക്കെ ഉണ്ട്. അതെ, എക്സാക്ട്ലി. പിന്നെ 1993 അത് കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് പറയണമെങ്കിൽ സ്വീഡനിലെ സ്റ്റോക്ക്ഹോം മോഡൽ ആർട്ട് മ്യൂസിയത്തിന്റെ മേൽക്കൂര വഴി കയറി മോഷ്ടാക്കൾ ഏകദേശം $60 million സാധനങ്ങൾ അടിച്ചു മാറ്റിയ ദിവസം കൂടിയാണ്. അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയോ? അതാണ്, അത് മിക്കവാറും വീട്ടിലുണ്ടാവും. 2004 അത് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറാഖിന്റെ യുദ്ധം സഖ്യകക്ഷികൾ എന്താ പറയാ ഫലൂജ പിടിച്ചെടുത്ത ദിവസം കൂടിയാണ് ഇന്ന് ചരിത്രത്തിൽ. ഇന്ന് അതേപോലെ തന്നെ വേറെ കുറെ ഡേയ്സ് ഉണ്ട്. ഇന്ന് കാപ്പച്ചിനോ ഡേ ആണ്, അതേപോലെ വേൾഡ് ക്വാളിറ്റി ഡേ ആണ്. വേൾഡ് ക്വാളിറ്റി ഡേ ശരിക്കും തുടങ്ങിയത് 2008 അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. വീട്ടിലെത്തിയിട്ട് അത് ട്രൈ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല, എല്ലാം ഇതാവും. അപ്പം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിക്ക് വേണ്ടിയിട്ടാണ് വേൾഡ് ക്വാളിറ്റി ഡേ ഇതാക്കിയിരിക്കുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതായത് QMS സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന് വേൾഡ് ക്വാളിറ്റി ഡേ ആയതുകൊണ്ടിട്ട് ഞങ്ങളുടെ എല്ലാ ലിസണേഴ്സിനോടും ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാവരോടും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്വാളിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, മെസ്സേജ് വന്നു കേട്ടോ എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ കുറച്ച് വായടച്ചാൽ മതി. ശരി കേട്ടോ, സമ്മതിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ടങ് ട്വിസ്റ്റർ ഡേ ആണ്. പിന്നെ ലോക നഗരവൽക്കരണ ദിനമാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു വിക്കിക്കിട്ട് ഒരു പണിയുണ്ടെന്ന്. അപ്പൊ ആസ് ടുഡേ ഇറ്റ്സ് ടങ് ട്വിസ്റ്റർ ഡേ, ഞാനൊരു ടങ് ട്വിസ്റ്റർ തരാം. ഓക്കെ, വിക്കിക്ക് മാത്രമല്ല എല്ലാ ലിസണേഴ്സിനുമാണ്. ഞാൻ ആക്ച്വലി ഭയങ്കര മതി, സമ്മതിച്ചു. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. നോക്കി വായിക്കാൻ പറ്റുമോ? തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. ഞാൻ പറഞ്ഞു വളരെ മനോഹരമായിട്ടാണ് ഫാസ്റ്റ് ആയിട്ട് 5 times പറയണം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ലിസണേഴ്സ് നമുക്ക് ഇത് വാട്സ്ആപ്പ് വഴി അയച്ചു തരട്ടെ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കുറെ നേരം പറയുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സമ്മാനം കൊടുക്കുന്നത്. അതെ, അത് ഞാൻ കൊടുക്കാം. പക്ഷെ ലിസണേഴ്സ് പറയുന്നത് വെച്ചാൽ വിക്കി ഇത് 5 times പറയണം എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞവര് കേട്ടു. ഇല്ല, അത് കടക്കടക്കൊടുക്കും. മൂക്കിന് ചെറിയൊരു അടപ്പുള്ളതുകൊണ്ടാണ് തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. ഇതെന്തിനാണെന്നറിയാമോ? ആക്ച്വലി നമ്മള് ഫിസിക്കലി മെന്റലി ഒക്കെ നമ്മൾ കുറെ എക്സസൈസുകളൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ നാവിന് നമ്മൾ ഒരിക്കലും ഒരു എക്സസൈസ് കൊടുക്കാറില്ല. അതിന് ഫരിക്ക് ആവശ്യമില്ലല്ലോ. എനിക്ക് ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ല എന്ന് പറയുന്നില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു ടങ് എക്സസൈസ് കൂടിയാണ്. പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ടങ് എക്സസൈസ് കൂടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റുന്നവർക്ക് പ്ലീസ് ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പ്ലേ ചെയ്യും കേട്ടോ. ഏറ്റവും കൂടുതൽ ഇത് എന്താ പറയുക, വളരെ മനോഹരമായിട്ട് ഒരു 10-20 പ്രാവശ്യം ഫാസ്റ്റ് ആയിട്ട് പറയണം. നിങ്ങൾ നിർത്തി പറയരുത്, എഡിറ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. നിങ്ങൾ ലൈവായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അത് ഞങ്ങൾ പ്ലേ ചെയ്യുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. അതാണ് എഴുതി കൊണ്ടുവന്ന ആൾക്ക് തന്നെ അപ്പൊ പടിയായത്. വിക്കിക്ക് പടി തരാൻ വന്ന ആളാ. ഓക്കെ വിക്കി, നമുക്ക് കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇടയിൽ കുറച്ച് മെസ്സേജസ് മിസ്സായിട്ടുള്ളവർ പ്ലീസ് ഒന്ന് നമുക്ക് മെസ്സേജസ് അയക്കുക. നിങ്ങളുടെ മെസ്സേജസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും അത് വായിക്കുന്നതായിരിക്കും. അൻസി ബഷീർ സൂപ്പർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണസുധ ഗുഡ് ഗോയിങ് വിക്കി ആൻഡ് ഫരി. അനഖ സുധി എത്തിയിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ട്. അനു ബി കുറുപ്പ് പറയുന്നുണ്ട് യു ടു ആർ റോക്കിംഗ്, താങ്ക് യു വെരി മച്ച്. അഷ്കർ എനിക്ക് തോന്നുന്നു നേരത്തെ മറ്റേ മെയിൽ ഫീമെയിലിന്റെ ഇതിലാണെന്ന് തോന്നുന്നുണ്ട് സ്മൈലി ഒക്കെ അയച്ചിരിക്കുന്നത്. ശിവദാസ് നായർ വെൽ പ്രസന്റഡ്, താങ്ക് യു സോ മച്ച്. മുഹമ്മദ് ഇക്ബാൽ റോസാപ്പൂ ഒക്കെ തന്നിട്ടുണ്ട്. ഓ, നിങ്ങളുടെ സ്വന്തം റഹീംക്ക് എത്തിയിട്ടുണ്ടല്ലോ, ഹലോ ബ്രോ ആൻഡ് ഫരി എന്നൊക്കെ പറഞ്ഞിട്ട്.
നല്ല സ്നേഹമുള്ള മനുഷ്യനാട്ടോ. എല്ലാവരും നമ്മുടെ എനിക്കൊന്ന് ഈ കൂട്ടത്തിലുള്ള ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഫാമിലി ബന്ധമുള്ള ആൾക്കാരാണ്. സത്യം സത്യം. പക്ഷേ ഇടയ്ക്ക് ചാടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, ഇടയ്ക്കൊക്കെ കുറച്ച് വരുന്നുണ്ട്. ഗണേഷ് കൂരാര പറയുന്നുണ്ട്, വിനോദ് ആൻഡ് വിക്കി ബോത്ത് ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം മൈ ഹാർട്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വിക്കിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്റെ എന്താ പറയുക മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിനോദ്. ഉമാ അയ്യർ പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് ഫരി ഫോർ സോ മെനി കേരള ഇൻഫോ. പിന്നെ ചില ന്യൂസ് വായിക്കുമ്പോൾ ഇടയ്ക്ക് ബോംബ് പൊട്ടുന്നത് ശരിക്കും വിക്കിയുടെ മനസ്സിൽ ലഡു പൊട്ടുന്ന സൗണ്ട് അല്ലേ എന്നൊരു സംശയം. എനിവേസ് ബിലേറ്റഡ് ഹാപ്പി കേരള പിറവി ടു റേഡിയോ റംഗ് ടീം. അതെ, ബിലേറ്റഡ് ഹാപ്പി കേരള പിറവി ടു ഓൾ ഓഫ് യു. ശിവദാസ് നായർ കേരള കി ജയ് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് വി ആർ സോ പ്രൗഡ് ദാറ്റ് വി ആർ കേരളൈറ്റ്സ്. നമ്രത എന്റെ പേരിന്റെ മീനിങ് ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. യാ, ഫരീദ മീനിങ് ഇൻ അറബിക് ഇസ് യുണീക്. ഫരീദ എന്ന പേരിന്റെ അർത്ഥം ലൈക്ക് യുണീക് ആൻഡ് ഡിഫറെന്റ് എന്നാണ്. സോ വിക്കി മീനിങ് ഇൻ ലാറ്റിൻ ഇസ് വിക്ടറി. ഓ ഓഫ് കോഴ്സ്. അപ്പൊ നമ്മുടെ വിക്കി ഫരി ഇത് വിക്ടറി എന്നുള്ള പേരായി. താങ്ക് യു വെരി മച്ച്. നമ്മൾ ചെറിയൊരു കറക്ഷൻ, അതായത് നമ്മൾ നേരത്തെ ഒരു പാടിയ പാട്ട് നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് വിഷ്വൽ ആയിരുന്നു. അതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനോഹരമായിരുന്നു. എനിക്കൊന്നും ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചു കാണുന്നു വിചാരിക്കും നമ്മുടെ ലിസണേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ്. കാരണം അത് വിഷ്വൽ ആയതുകൊണ്ട് തന്നെ വ്യൂവേഴ്സിന് പറയണമല്ലോ. അപ്പൊ അതിന്റെ വിഷ്വൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി അതിനകത്ത് നല്ല കേരള തനിമയോട് അമ്പലത്തിന്റെ ചുറ്റുപാടും നടന്നു വരുന്ന കേരള ഫീൽ കിട്ടിയായിരുന്നു. സംശയമില്ല. കാരണം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണ്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എന്താണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കണെന്ന്. അപ്പൊ അത് ആലപിച്ച നമ്മുടെ അർജുൻ ഇപ്പോ ഉള്ളത് ജർമ്മനിയിലാണ്. ചെന്നൈ നേരെ മുമ്പ് വെച്ച് പിടിപ്പിച്ച് ജർമ്മനിയിലേക്കാണ് അല്ലെ. അപ്പോ അതൊരു കറക്ഷൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഉഷാ ഗോപാൽ, നിങ്ങളുടെ സ്വന്തം ഉഷാ ഗോപാൽ എതിരെ താങ്ക്സ് ഫോർ പ്ലേയിങ് അർജുൻ സോങ്. ഓ, ഉഷാ ഗോപാലാണ് പറഞ്ഞത്. ഹി ഈസ് നോട്ട് ഇൻ ചെന്നൈ, ഇൻ ജർമ്മനി. താങ്ക് യു സോ മച്ച്. ശോഭ കൊന്നാന സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണസുധ നൈസ് പറഞ്ഞിട്ടുണ്ട്. ഉഷ ചേച്ചിയുടെ മകനാണ് അർജുൻ. അർജുൻ ഗോപാൽ. ഓക്കെ. അപ്പം ഉഷ ചേച്ചി വിൽ ബി വെരി പ്രൗഡ് അല്ലേ. ഒരു സംശയമില്ല. താങ്ക് യു സോ മച്ച്. മനോഹരമായിട്ടുള്ള വോയിസ്, പിന്നെ ആ ഒരു മൊത്തത്തിലുള്ള വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ. ഗണേഷ് കുരാര നൈസ് സോങ്, ഓഫ് കോഴ്സ് ഗോ അഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് നമ്രത നിവേദ്യ പറയുന്നത് ടുഡേ സ്റ്റീം ഡേ. അതെന്താ സ്റ്റീം ഡേ? അത് എന്താണെന്ന് അറിയില്ല. കാരണം എന്തറിയോ, ആ ട്രെയിൻ പോണ സമയത്ത് കുറച്ച് സ്റ്റീം പുറത്തേക്ക് വിട്ടു. അത് കണ്ടിട്ടായിരിക്കും കേട്ടോ. നമ്മൾ ഡിഗ് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും കണ്ടോ, ആ ട്രെയിൻ പോകുന്ന സമയത്ത് കുറച്ച് സ്റ്റീം കൂടെ വിട്ടിട്ടാ പോകുന്നത്. അതുകൊണ്ട് അത് സ്റ്റീം ട്രെയിൻ ആയിട്ട് നമ്മൾ കണക്ട്. ഉമാ അയ്യർ പറഞ്ഞിട്ട് ടങ് ട്വിസ്റ്റർ കലക്കി. ഞാനും ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞ് കളിക്കുമായിരുന്നു. ബെറ്റി ബോട്ട് എ ബിറ്റ് ഓഫ് ബട്ടർ ബട്ട് ദ ബിറ്റർ വാസ് ബിറ്റർ. ഓ, Betty bought a bit of butter, but the butter was bitter, so she bought a bit of better butter to make the bit of bitter butter better. ഏതോ രജനീകാന്തിന്റെ സിനിമയിലെ ഡയലോഗ് ആണല്ലോ. ഞാനിത് ട്രൈ ചെയ്യാട്ടോ ഉമ. സത്യം പറഞ്ഞാല് കുറച്ചൊരു നമുക്ക് അടുത്തൊരു അടിപൊളി ഗാനത്തിലേക്ക് പോകണ്ടേ. ഒരു എന്താ പറയുക, അൺപ്ലഗ്ഡ് വേർഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ബർത്ത്ഡേസ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു ചേർക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ ഉഷ ഉതുപ്പിന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ബ്രെറ്റ്ലിയുടെ ബർത്ത്ഡേ ആണ്. ഇടവേള ബാബുയുടെ ബർത്ത്ഡേ ആണ്. എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ എന്താ പറയാ, എന്റെ ഒരു സുഹൃത്തും കൂടിയായി, ഇവിടുത്തെ ഒരു എന്താ പറയാ ഡയറക്ടറും കൂടിയാണ്, ഒരു എന്താ പറയാ ഫിലിം ഡയറക്ടറും കൂടിയാണ്, എന്റെ ഉറ്റ സുഹൃത്താണ്. രാജേഷ് സോമന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു രാജേഷ് സോമൻജിക്ക് ഒരു ബർത്ത്ഡേ വിഷസ്. അപ്പൊ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ശ്രീഹരി തുടങ്ങാം. ഇന്ന് ബ്രെറ്റ്ലിയുടെയും കൂടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. To you, happy birthday to you, happy birthday, happy birthday, happy birthday to you, Rajesh Soman. Happy birthday to everybody. ഫരി, ഇന്ന് ഒരു അടുത്തൊരു സൂപ്പർ ഗാനം നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീഹരിക്കുട്ടൻ. എന്താണെന്നറിയാം, ഒരു അൺപ്ലഗ് വേർഷൻ ആണ്. അതായത് കവർ സോങ്ങിലല്ലേ ഇപ്പൊ എല്ലാവരും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കവർ സോങ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ കുറെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എടുത്ത് നമ്മുടെ ജയദേവൻ ചേട്ടൻ, ആളിപ്പോ യു എയിലാണ്, ആള് ഒരു എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. കാരണം എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജയദേവൻ ചേട്ടൻ തീർച്ചയായിട്ടും ക്രിയേഷൻ ഉള്ള ആളായിരിക്കും. അപ്പം ആലപിച്ച ആ ഒരു ഗാനം ഒക്കെ ഒരു വീഡിയോ ആൽബം ആണ്. വീഡിയോ ആണ്. അപ്പൊ നമ്മൾ വീഡിയോ കാണാൻ പോകണം. എല്ലാവരും ദയവായി ഞങ്ങളുടെ കൂടെ ഈ ട്രെയിനിൽ നിന്നിരിക്കണം. പെട്ടെന്ന് ഇറക്കി വിടാട്ടോ. അതെ, പെട്ടെന്ന് തന്നെ ഇറക്കി വിടാട്ടോ.
സഖീ ബാഷ്പധാരയാ മനസ്സിൻ ശുഭാഗ്നി സാക്ഷിയായി നിന്മാറിൽ ചാർത്തുവാൻ ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാരയാ. തവ ഹാസമിൻ പ്രഭാകിരണം പീതരാത്രിയിൽ തവ ഹാസമിൻ പ്രഭാകിരണം പീതരാത്രിയിൽ കവിൾവാടുകിൽ സദാ തമസിൻ കാവ്യയാത്രയിൽ കവിൾവാടുകിൽ സദാ തമസിൻ കാവ്യയാത്രയിൽ ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാരയാ. പറയാതറിഞ്ഞു ദേവി ഞാൻ നിൻരാഗവേദന നിൻരാഗവേദന പറയാതറിഞ്ഞു ദേവി ഞാൻ നിൻ രാഗവേദന അലയായി വരും വിചാരമേഴും മൗനചേതന അലയായി വരും വിചാരമേഴും മൗനചേതന മനസ്സിൻ ശുഭാഗ്നി സാക്ഷിയായി നിന്മാറിൽ ചാർത്തുവാൻ ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാരയാ. ഓർത്തു സഖീ ബാഷ്പ. വെൽക്കം ബാക്ക് ടു റേഡിയോ രംഗ് എക്സ്പ്രസ്. ഞാൻ ഞങ്ങളോടൊപ്പം അർജയ് വിക്കി, ഞാനിവിടെ അജയ് ഫരീമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് ഇവിടെ പ്ലേ ചെയ്തതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ എക്സ്പ്രസ് കേൾക്കുമ്പോൾ നമ്മൾ ആൾക്കാർ വിചാരിക്കുമല്ലോ എക്സ്പ്രസ് ഇങ്ങനെ പാഞ്ഞു പോകുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷെ നമ്മൾ കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടും അതിന്റെ ഇടയിൽ ചില മനോഹരമായിട്ടുള്ള കാഴ്ചകളും കൂടെ നമ്മുടെ വ്യൂവേഴ്സിനെയും അതിൽ പുറമെ നമ്മുടെ ലിസണേഴ്സിനെയും കൂടെ അവരുടെ കൺമുമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ നമുക്കുണ്ട്. ആക്ച്വലി ഈ വർഷം കൊറോണ ഒക്കെ ആയതുകൊണ്ട് നാട്ടിലൊന്നും പോകാൻ പറ്റാത്തവരും പിന്നെ തീർച്ചയായിട്ടും ഈ പാട്ടൊക്കെ ധ്വനിയിലെ പാട്ടാണ്. ശ്രീ നൌഷാദ് അവർ സംഗീതം തന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും. ആ അനുഭൂതി ഞങ്ങൾ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും എല്ലാ ലിസണേഴ്സിനും കിട്ടിക്കാണെന്ന് വിചാരിക്കണു. മറ്റൊരു കാര്യം വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ RJ ഹണ്ട്, VJ ഹണ്ട്, RJ ആൻഡ് VJ ഹണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറെ കാലങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഓൺലൈൻ വഴിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾ RJ ആവാനോ അല്ലെങ്കിൽ VJ ആവാനോ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയോ റംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇമെയിൽ വഴിയോ നിങ്ങളുടെ താല്പര്യം ഞങ്ങളെ അറിയിക്കാം. ഇമെയിൽ ID rj@radiorang.com. റേഡിയോ റാങ്കിന്റെ സ്പെല്ലിംഗ് RADIORANGH. അപ്പോൾ rj@radiorang.com നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം
RJ വിജയ് ആവേണ്ടവർക്ക് അവരുടെ താല്പര്യം അറിയിക്കാവുന്നതാണ്. അതെ, ആക്ച്വലി എല്ലായ്പ്പോഴും അഭിപ്രായങ്ങൾ അറിയിക്കൂ പറഞ്ഞു അഭിപ്രായങ്ങളും അറിയിച്ചോളൂ, അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ താല്പര്യം കൂടെ പറഞ്ഞോളൂ കേട്ടോ. ആക്ച്വലി ഇതേ നമ്മുടെ കുറച്ച് ലിസണേഴ്സ് വന്നിട്ടുണ്ട്, കുറച്ച് മെസ്സേജസ് ഒക്കെ. നമ്രത നിവേദ്യ പറയുന്നത് ട്രൈ ദിസ് വൺ. ആന അലറലോട് അലറല്. ഇല്ല, വിക്കി അത് ട്രൈ ചെയ്തില്ല. അതെ, ഫുള്ള് പ്രോബ്ലം ആയിരിക്കാം. എനിക്ക് കുറച്ച് നിങ്ങൾ തമിഴിലൊക്കെ കൊണ്ടു തരണം. കട്കസറ കട്പവെ കട്ട പിന്നിക്ക് തക തുപ്പാർക്ക് തുപ്പായ തുപ്പാക്കി തുപ്പാർക്ക് തുപ്പായ തൂവും മഴ, എങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നാൽ നമ്മൾ പടപടാന്നൊക്കെ പറയും. ശരി, അനഘ സുധി എത്തിയിട്ടുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ജയദേവൻ പട്ടാളി കൂപ്പുകൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിന്റെയാണ് ഈ പാട്ട് ഇപ്പൊ നമ്മൾ കേട്ടത്. താങ്ക് യു സോ മച്ച്. എഞ്ചിനീയർ ആയ ജയദേവൻ. അതെ അതെ അതെ. ഈ ജയദേവനെ ഞാൻ വീണ്ടും വീണ്ടും എഞ്ചിനീയർ എന്ന് പറയുന്നത് ഈ RJ വിക്കിയും ഒരു എഞ്ചിനീയർ ആയതുകൊണ്ടാണ്. ജയദേവൻ, നിങ്ങൾ പാടിയ ആ മനോഹരമായ ഗാനം, ധ്വനിയിലെ പാട്ട് ഞങ്ങളെല്ലാവരും വളരെയധികം ആസ്വദിച്ചു. അതിന് പുറമെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ മ്യൂസിക്, BGM എല്ലാം അടിപൊളിയായിരുന്നു, ഒരു സംശയമില്ല. ഗണേഷ് കുരാര, നൈസ് സോങ്, യു ഹാവ് വെരി ഗുഡ് ഫ്യൂച്ചർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്രത നിവേദി എത്തിയിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റീം ഡേനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ലേ, അപ്പൊ നമ്രത കണ്ടൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. സ്റ്റീം ഡേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയ്ഡ് ആൻ ഒഫീഷ്യൽ ഹോളിഡേ ബൈ MGA Entertainment in 2015. This day inspired all kids to explore and pursue their interest in science, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്ട് ആൻഡ് മാത്തമാറ്റിക്സ്. സ്റ്റീം ഡേയിൽ പോണ കണ്ടോ, ആ ട്രെയിൻ പോണ. അതായത് ആദ്യമായിട്ടുണ്ടായ ട്രെയിൻ എന്ന് പറയുന്നത് സ്റ്റീം വഴി റൺ ചെയ്യുന്ന ട്രെയിൻ ആയിരുന്നു. ഇറ്റ് വാസ് കോൾഡ് സ്റ്റീം എഞ്ചിൻ. അതെ, ഇന്ന് ശ്രീഹരി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് ആൾക്കാർ എനിക്കൊന്ന് അഭിനന്ദന പ്രവാഹമാണ് ശ്രീഹരിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേക അഭിനന്ദനങ്ങളൊന്നും തരുന്നില്ല. ശശികുമാർ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തൊരു പാട്ട്. താങ്ക് യു. ഉഷ ഗോപാൽ, മെലഡിയസ് സിംഗിങ്. വാവ്, യു സിംഗ് എ സോങ് വെരി നൈസ്. അത് വിക്കിക്കാണെന്ന് മനസ്സിലായി. അപ്പൊ വിക്കി താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒരുവിധം ലൈക്ക് ഇന്നിപ്പോ കുറച്ചധികം തന്നെ സംസാരിച്ചു. ആക്ച്വലി നമുക്ക് ഇനിയും ഗാനങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്, പക്ഷെ നമ്മൾ ഇന്ന് തന്നെ ഇട്ട് തീർക്കില്ല. ഇന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്ത എല്ലാവരും അടുത്ത തവണ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടെ വിളിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുമാരത്തെ പെട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആക്ച്വലി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാലും കിട്ടാൻ പറ്റുന്ന പാട്ടുകളല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഗാനങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ദയവായി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യണം. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. അതിന് പറയുന്നുണ്ട്, പരി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനൊന്ന് നോക്കിയാലോ. ട്രൈ ആയിരിക്കും മിക്കവാറും മറ്റേ ടങ് ട്വിസ്റ്റർ ആയിരിക്കും ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞിട്ട് നമുക്ക് അയച്ചു തരും. അതെ അതെ, ട്രൈ ചെയ്തിട്ട് അയച്ചു തരൂ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ എക്സ്പ്രസ് ഷോ നമുക്ക് ഇവിടെ അവസാനിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചോദ്യം ഉത്തരം നമുക്ക് വിജയെ കണ്ടെത്തണ്ടേ. അപ്പോ നമ്മളുടെ ചോദ്യം ഇതായിരുന്നു. 1 is equal to 5, 2 is equal to 25, 3 is equal to 325. So then what is 8? ഞങ്ങൾക്ക് ഒരുപാട് റിപ്ലൈസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചെയ്യാം. നമ്മുടെ ഇന്ന് എടുക്കുന്നത് വിക്കിയാണ്. ലാസ്റ്റ് വീക്ക് ഞാൻ എടുത്തോണ്ടത് നല്ല ലക്കി ആയിരുന്നു. ഇന്ന് വിക്കിനെ നമുക്ക് നോക്കാം. കുലുക്കി ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ പേർ എന്ന് പറയുന്നത് ഇന്ന് കിട്ടിയ പേര് നാം ശ്രീലക്ഷ്മി വിപിൻ. വളരെ മനോഹരമായിട്ടുള്ള പേരാണ് ശ്രീലക്ഷ്മി. കൺഗ്രാറ്റുലേഷൻസ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ഞങ്ങളുടെ റേഡിയോ റാങ്കിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് റേഡിയോ റാങ്കിന്റെ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സമ്മാനം വേണോ? ശ്രീലക്ഷ്മി ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് റേഡിയോ റാങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ വാട്സാപ്പിലൂടെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമ്മാനം ഞങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ തരില്ല. അതേപോലെ റേഡിയോ റാങ്കിന് ഡെയിലി 7 PM കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ എല്ലാവരും വന്ന് എല്ലാ പ്രോഗ്രാംസും കാണുക. തേഴ്സ്ഡേ നമ്മുടെ ലോക്ക്ഡൌൺ ചോക്ലേറ്റ് ഉണ്ട്, ഫ്രൈഡേ അവേ ഫ്രം ക്യാമ്പസ് ഉണ്ട്, പിന്നെ സാറ്റർഡേ നമ്മുടെ സിംഫണി ഉണ്ട്, സൺഡേ ഞങ്ങൾ വരും. ഞങ്ങൾ എല്ലാ സൺഡേസും ഉണ്ടാവും. ലാസ്റ്റ് വീക്ക് മാത്രമാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത്. ഇനി എല്ലാ സൺഡേസും മൺഡേ ഞാൻ ഇന്നൊന്നും പറയാത്തത് വിക്കി ഇത്ര ഡെസ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വിട്ടെന്ന് വിചാരിക്കണ്ട. അടുത്ത ആഴ്ച ഞാൻ പിടിച്ചോണ്ട്. ഓക്കെ, പിന്നെ മൺഡേ ഉണ്ട്, നമ്മുടെ ലീഗൽ ഫോറം ഉണ്ട്. അപ്പം എല്ലാവരും എല്ലാ പ്രോഗ്രാംസും നമ്മുടെ റേഡിയോ റാങ്കിന്റെ എല്ലാ പ്രോഗ്രാംസും വന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക. റേഡിയോ റാങ്കിനെ സപ്പോർട്ട് ചെയ്യുക. അതായത് റേഡിയോ റാങ്കിന്റെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഇവിടെ ഇപ്പൊ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും വെർച്വൽ മോഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾ കാണണം. പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാംസ് കൂടുതൽ കാണണം.
കൂടുതൽ കാണണം, കേൾക്കണം. ഇതിൽ കൂടുതൽ വിശാലത വേറെ ഏതെങ്കിലും ചാനലുകാർ പറയോ? ഒരിക്കലും പറയില്ല കേട്ടോ. എല്ലാവരും പ്രോഗ്രാം കാണണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ നിങ്ങളുടെ കൂടുതൽ കമന്റ്സിന്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിക്കിനോട് സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം, എന്തെങ്കിലും സജഷൻസ് തരുകയും ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒരു സബ്ജക്ട്, അതായത് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ചുള്ള സബ്ജക്ട്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കേണ്ടതെന്നുള്ള എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒരു 2 ദിവസം മുമ്പ് തരണം കേട്ടോ. എന്നാൽ മാത്രമേ റിസർച്ച് ചെയ്യാൻ ഇവിടെ ഒരാൾക്ക് സമയം കിട്ടുള്ളൂ. ഇവിടെ ഒരാൾക്ക് സമയം കിട്ടത്തുള്ളൂ. റിസർച്ച് ചെയ്ത് എന്താ മറ്റേ ബോക്സ് ഒക്കെ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 2 ദിവസം റിസർച്ച് ചെയ്തിട്ട് സമയം ഒരാൾ കൊണ്ടുവന്ന് എന്താ കൊട്ടി ഒച്ച കേട്ടില്ലേ? എന്താണെന്ന് അറിയോ കൊണ്ടുവന്നത്? ഇന്ന് കേരളത്തിനെ കുറിച്ചിട്ട് എന്താ കേരളത്തിന് തന്നെ വിളിക്കുന്ന പേരുമായിട്ടാ വന്നത്. സി അതും ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. എന്താ വിക്കി വിചാരിച്ചേ? ഞാൻ തന്നെ വിളിക്കുന്ന പേരാണ് RJ വിക്കി എന്ന് പറഞ്ഞ മാതിരിയായത്. ലിറ്റിൽ തിങ്സ് മേക്ക് ബിഗ് ഡിഫറൻസ്. ഒരു സംശയമില്ല. അതായത് ഇങ്ങനെ നമ്മൾ ചെറിയ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ അത് വീണ്ടും വീണ്ടും അത് കേൾക്കുന്നതാണെങ്കിൽ പോലും സന്തോഷമായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ബഹ്റൈനിലുള്ള ഒരുപാട് പിള്ളേർക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം അതൊക്കെ അവർക്കൊരു ഇൻഫർമേഷൻ കൂടിയാണ്. ആരാ ചോദിക്കുന്നത്? 1-2 പേര് ചോദിച്ചു. ഇല്ല, ആക്ച്വലി ഇന്ന് നിങ്ങൾ എല്ലാവരും സംസാരം കുറച്ചത് കൊണ്ടിട്ട് എനിക്ക് ഇന്ന് ഇത്തിരി കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ വിക്കി എന്റെ കഴുത്തിന് പിടിക്കുന്നുണ്ടിട്ട് ഞാൻ കണ്ട ഇന്ന് വിക്കിയാണ് വയലന്റ്, ഞാൻ സൈലന്റ് ആയിട്ടില്ല. നല്ല കുട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. വിക്കി ഇന്ന് വളരെ സൈലന്റ് ആയിട്ടാണ്. അപ്പോ ഈ റംഗ് എക്സ്പ്രസ് ഞാൻ ഇവിടെ സൈൻ ഓഫ് ചെയ്യുന്നു. ഞാൻ RJ ഫരി. ബൈ ബൈ. RJ വിക്കി ബൈ ബൈ. ഓക്കെ ബൈ. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി Radio Rang, color your life.